സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്ന് പറഞ്ഞ പേപ്പറിൽ ഇനി മൂന്നാമത്തെ ചാപ്റ്ററാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഇതിന് മുൻപായിട്ട് ലേണിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു, കുറച്ച് വലിയ ചാപ്റ്റർ ആയിരുന്നു. ഇതും കുറച്ചൊരു ലെങ്ത്തുള്ള ചാപ്റ്റർ തന്നെയാണ്. ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അതായത് ബിസിനസ്സിൽ ഡാറ്റ എന്ന് വെച്ചാൽ നമ്മൾ കണക്കുകൾ ഉണ്ടാവില്ലേ, ടേബിൾ ഫോമിലുള്ള കണക്കുകൾ. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് അക്കങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു കുട്ടികളുടെ മാർക്കോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റോ ഇതൊക്കെയാണ് ഡാറ്റ എന്ന് വെച്ചാൽ. ഡാറ്റ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ, കണക്കുകളാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഡാറ്റ അത് കമ്പ്യൂട്ടർ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്ന കാര്യമാണല്ലോ. ബിസിനസ്സിൻ്റെ ഡാറ്റ നമ്മൾ പ്രോഫിറ്റ് നോക്കാറുണ്ട്, ബിസിനസ്സിൻ്റെ ആസെറ്റ് എത്ര ഉണ്ട്, ബിസിനസ്സിൻ്റെ ലയബിലിറ്റി ബാധ്യതകൾ എത്ര ഉണ്ട്, സമ്പാദ്യങ്ങൾ എത്ര ഉണ്ട്, ഇതൊക്കെ ഡാറ്റാസ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസ് ഡാറ്റ അനാലിസിസ് എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യ ചാപ്റ്റർ തന്നെ വരേണ്ടതായിരുന്നു. അപ്പോൾ ആദ്യ ചാപ്റ്റർ നമ്മൾ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് കണ്ടത്. രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു ലേണിംഗ്. മൂന്നാമതാണ് ഈ പറയുന്ന ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിൽ ആദ്യ ചോദ്യം എന്താണ്, അത് വാട്ട് യു മീൻ ബൈ കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. ഒരു കമ്പ്യൂട്ടർ എന്താണ് എന്നുള്ളതാണ് ആദ്യ ചോദ്യം. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ആക്സെപ്റ്റ്സ് ഡാറ്റ ഫ്രം ദ യൂസർ, പ്രോസസ് ഇറ്റ്, പ്രൊഡ്യൂസസ് റിസൾട്ട്, ഡിസ്പ്ലേ ദം ടു ദ യൂസർ ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ഫോർ ഫ്യൂച്ചർ യൂസേജ്. അല്ലേ, നമ്മളെന്താണ് ആ കമ്പ്യൂട്ടർ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൈപ്പ് ചെയ്യുന്നു, നമ്മൾ ആദ്യം നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുന്നു. ആ ടൈപ്പ് ചെയ്യുന്ന നേരത്തെ നമ്മൾ ഡാറ്റ അതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്നു. അതൊരു വേർഡിലൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് പ്രോസസ്സ് ചെയ്യാം. അല്ലെ, നമ്മളിപ്പോൾ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുന്ന മാതിരി ഫ്രം ടു അതിന് പല ഫോർമാറ്റിങ് കൊടുത്തുകൊണ്ട് ബോൾഡ്, ഇറ്റാലിക്സ്, അതേമാതിരി അതിൻ്റെ ഓറിയൻറ്റേഷൻ മാറ്റിയൊക്കെ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നു. നമുക്ക് വേണമെങ്കിൽ PDF ആക്കാം, അല്ലെങ്കിൽ വേർഡ് ഫയലിനാക്കാം. അത് നമുക്ക് ഡിസ്പ്ലേ തന്നെ ആ സ്ക്രീനിൽ തന്നെ കാണുന്നു നമ്മൾ. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ആ ഒരു നമ്മൾ ചെയ്തു വെച്ച സാധനത്തിന് അതിൻ്റെ ബാക്ക് ഫയലും അതിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫയലൊക്കെ കമ്പ്യൂട്ടർ നമുക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിപ്പോൾ ഏത് സാധനമാണെങ്കിലും, ഇപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫി ആകുമ്പോഴും തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നു, അതിൽ നിന്ന് തന്നെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് ഇൻപുട്ട് കൊടുക്കുന്നു. പിന്നെ അത് ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ടുന്നതാണ്, നമ്മളത് ഭംഗി കൂട്ടുന്നു. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് കാണുന്നു. പിന്നെ അത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത് സിനിമയാണെങ്കിലൊക്കെ കമ്പ്യൂട്ടർ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ കമ്പ്യൂട്ടർ ആക്സെപ്റ്റ് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ. ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. പുതിയ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ആർ മച്ച് ഫാസ്റ്റർ ആൻഡ് ഹെൻസ് ദ ക്യാൻ പെർഫോം വെരി കോംപ്ലക്സ് കാൽക്കുലേഷൻ വെരി ഫാസ്റ്റ്. മോഡേൺ കമ്പ്യൂട്ടേഴ്സ് വളരെ വേഗത കൂടിയതാണ്. പണ്ടത്തെ കമ്പ്യൂട്ടേഴ്സിനെ അപേക്ഷിച്ച് റാമിൻ്റെത് കൂടി, പ്രോസസ്സറിൻ്റെ സ്പീഡ് കൂടി, എല്ലാം കൂടിയിട്ടുണ്ട്. പിന്നെ ആക്യുറേറ്റ് ആണ്. കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആക്യുറസി നമുക്ക് കിട്ടും. ഇപ്പോൾ എക്സലൊക്കെ നമ്മൾ കണക്കുകൾ മാത്രം കൊടുത്താൽ മതി. പിന്നെ അത് കൂട്ടുന്ന നേരത്തെ നമുക്ക് മിസ്റ്റേക്ക് വരില്ല. പിന്നെ കമ്പ്യൂട്ടർ ആസ് ഓൾസോ വെരി ആക്യുറേറ്റ് ഇൻ പ്രോസസ്സിങ് ഡാറ്റ വൺസ് ദ കറക്റ്റ് ഡാറ്റ ഈസ് എൻറ്റേർഡ്. അല്ലെ, നമ്മളൊരു പ്രാവശ്യം കറക്റ്റ് ഡാറ്റ എൻ്റർ ചെയ്താൽ മതി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് കമ്പ്യൂട്ടർ ചെയ്തോളൂ എന്നുള്ളതാണ്. പിന്നെ സ്റ്റോറേജ് ആണ്. Another important characteristic of computer is its storage capacity. It is difficult to store large volume of data in human brain and remember it for a fairly long period. അപ്പോൾ നമുക്കറിയാം, ഈ ഒരുപാട് ഡാറ്റ നമുക്ക് മൈൻഡിൽ സൂക്ഷിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് കണക്കുകളൊക്കെ. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഇഷ്ടം മാതിരി അല്ലേ. അപ്പോൾ ജസ്റ്റ് ടൈപ്ഡ് ഡോക്യുമെൻറ്റ്സ് ആകുമ്പോൾ ലക്ഷക്കണക്കിന് ഡോക്യുമെൻറ്റ്സ് ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഈ വീഡിയോസ് അല്ലെങ്കിൽ ഇമേജസ് ഒക്കെയാണ് സൂക്ഷിക്കാൻ പ്രയാസം. ഈ ടൈപ്പ് ചെയ്ത ഡാറ്റാസൊക്കെ നമുക്ക് ഇഷ്ടം മാതിരി കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ വേഴ്സറ്റാലിറ്റിയാണ്. കമ്പ്യൂട്ടേഴ്സ് ആർ വേഴ്സറ്റൈൽ ഇൻ നേച്ചർ. കമ്പ്യൂട്ടേഴ്സ് വളരെ വേഴ്സറ്റൈലാണ്. കമ്പ്യൂട്ടേഴ്സ് ആർ വേഴ്സറ്റൈൽ മെഷീൻസ് ആൻഡ് ആർ കേപ്പബിൾ ഓഫ് പെർഫോമിങ് എനി ടാസ്ക് ആസ് ലോങ് ആസ് ഇറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു എ സീരീസ് ഓഫ് ലോജിക്കൽ സ്റ്റെപ്പ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം, ഓഡിയോ എഡിറ്റ് ചെയ്യാം, ഫോട്ടോസ് എഡിറ്റ് ചെയ്യാം. കമ്പ്യൂട്ടറിൽ നമുക്ക് ഓഫീസ് ജോബുകൾ ചെയ്യാം, കമ്പ്യൂട്ടറിൽ നമുക്ക് ഗെയിം കളിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എൻ്റർടൈൻമെൻറ്റ് ഡിവൈസുമാണ്, അതുമാതിരി നമ്മുടെ ജോലിയെ സഹായിക്കുന്ന ഡിവൈസാണ്. ഈവൻ നമ്മുടെ ടീച്ചിങ് പോലും നമ്മൾ ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ ഈവൻ നമ്മുടെ നോട്ടുകളും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിലിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വളരെ വേഴ്സറ്റൈലാണ്. പിന്നെ ഓട്ടോമാറ്റിക് ഓപ്പറേഷൻസ്. മെനി മെഷീൻസ് റിക്വയർ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ to operate and operators have to press the necessary key to start and stop.
അപ്പോൾ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ചെയ്യുന്ന ഓട്ടോമാറ്റിക് ആയിട്ടാണ്. അപ്പോൾ ഈവൻ AI ഒക്കെ വന്നതുകൊണ്ട് എന്താണ് നമുക്ക് ജസ്റ്റ് കമാൻഡുകൾ കൊടുത്ത ബാക്കി കാര്യങ്ങൾ എന്താണ് കമ്പ്യൂട്ടർ തന്നെ നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഡിലിജൻസ് ആണ്. അൺലൈക്ക് ഹ്യൂമൻ ബീങ്സ് കമ്പ്യൂട്ടേഴ്സ് ആർ ഹൈലി കൺസിസ്റ്റൻറ്റ്. ഡിലിജൻസി എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ഇപ്പോൾ നമ്മൾ തന്നെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഫെറ്റീഗ് ആവും അല്ലെ. നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ ചെയ്യുന്ന മാതിരി ജോലി വയസ്സാകുമ്പോൾ ചെയ്യില്ല. കമ്പ്യൂട്ടർ ആകുമ്പോൾ അതിന് എന്തുണ്ട് ഒരു ടൈമുണ്ട്. പക്ഷേ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ നമ്മളൊരു ഒരൊറ്റ കമ്പ്യൂട്ടറല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ എന്താണ് ഒരു ജോലീൻ്റെ ഭാഗമാകുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പ്രൊസസ്സർ മാറ്റും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്മളിങ്ങനെ മാറ്റി വെക്കുമല്ലോ. അപ്പോൾ ആ കമ്പ്യൂട്ടേഴ്സ് എന്താണ് ഡിലിജൻ്റ് ആണ്. ചെയ്യുന്ന പണി എന്താണ് കൃത്യമായിട്ട് അതെപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, കമ്പ്യൂട്ടർ ആർ ഫ്രീ ഫ്രം ടയർഡ്നെസ്, ബോർഡം ആൻഡ് റിസൾട്ടിങ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. ദെർഫോർ ആർ ബെറ്റർ ദാൻ ഹ്യൂമൻ ബീങ്സ് ഇൻ പെർഫോമിങ് ലാർജ് ആൻഡ് റിപ്പറ്റേറ്റീവ് ജോബുകൾ കമ്പ്യൂട്ടർ എന്നാണ് എളുപ്പത്തിൽ ചെയ്യുമെന്നുള്ളതാണ്. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് ഡാറ്റ എന്നുള്ളത്. എന്താണ് ഡാറ്റ? ഓക്കെ, വാട്ട് ഈസ് ഡാറ്റ? ബിസിനസ് ഡാറ്റ അനാലിസിസ്. ഡാറ്റ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് വാട്ട് ഈസ് ഡാറ്റ. ഡാറ്റ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് തിങ്സ് ബൈ അസൈനിങ് value to them. Value are organized, processed and presented within a given context so that it becomes useful. യൂസ്ഫുൾ ആയിട്ടുള്ള എന്താണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള പ്രസൻറ്റഡ് ഒരു കോണ്ടെക്സ്റ്റ് തരുന്ന എന്താണ് ഡിസ്ക്രൈബ്ഡ് തിങ്സ് ആണ്. ഒരു സംഗതി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര വില എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ പ്രൈസാണ്. കോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു സാധനം വാങ്ങാവുന്ന ചിലവ്. അപ്പോൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഒരു അക്കം തരികയാണെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത് ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ എന്താണ് 34 വയസ്സ് അല്ലെങ്കിൽ 23 വയസ്സ് അതെന്താണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നു. എന്താണ് ഒരാളെ വയസ്സ് ഇത് 23, ഒരാളെ വയസ്സ് 60. അപ്പോൾ ആ ഡിസ്ക്രൈബ് ചെയ്തിട്ടൊരു സംഖ്യ തരികയാണ് അല്ലേ. 23 വെച്ചൊരു സംഖ്യയാണ്. അപ്പോൾ അതിനൊരു ഡിസ്ക്രിപ്ഷനും കൂടി ഉണ്ട്. ഒരു വയസ്സാണ്, അല്ലെങ്കിൽ എന്താണ് ഹൈറ്റ് 6'7" അല്ലെങ്കിൽ 6'5" അല്ലെങ്കിൽ എന്താണ് 7'6". അങ്ങനെ അത്ര ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ 5'10" ഇതൊക്കെ എന്താണ് നമുക്കൊരു ഡാറ്റയാണ് അല്ലേ. 5'10" എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓക്കെ. അപ്പോൾ അതാണ് ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്ത ചോദ്യമാണ് വാട്ട് ഡു യു മീൻ ബൈ ഡാറ്റ അനാലിസിസ് എന്നുള്ളതാണ്. എന്താണ് ഡാറ്റ അനാലിസിസ്? ഡാറ്റ അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഡാറ്റ യൂസിങ് അനാലിറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ടു ഡിസ്കവർ യൂസ്ഫുൾ ഇൻഫർമേഷൻ. അപ്പോൾ ഡാറ്റേനെ അനലൈസ് ചെയ്യുക. അപ്പോൾ ഡാറ്റേൻ്റെ ആവറേജ് കാണുക, ഡാറ്റേൻ്റെ ടോട്ടൽ കാണുക അല്ല. ഇതൊക്കെ എന്താണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് പേരുടെ ഇപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരും ഒരു ആവറേജ് മാർക്ക് എടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും മാർക്ക് എടുത്ത് എന്ത് ചെയ്യണം, നമ്മളത് എത്ര നമ്പർ ഓഫ് ആൾ, ഇപ്പോൾ 20 പേരാണ് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതിനാണ് മീൻ എന്ന് പറയുക അല്ലേ, ആവറേജ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണത്. അപ്പോൾ അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കിലുള്ള എന്താണ് ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റേൻ്റെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക, അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പേരാണ് എന്ത് ഡാറ്റ അനാലിസിസ്. അപ്പോൾ നമ്മൾ അധികം ആവറേജ് ഒരു എന്താണ് മെയിൻ ഡാറ്റ അനാലിസിസ് ആണ്, ഒരു സംഗതിൻ്റെ ശരാശരി എത്ര എന്നുള്ളതൊക്കെ. അപ്പോൾ എന്താണ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഡാറ്റയാണ് യൂസിങ് അനാലിറ്റിക്കൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ടു ഡിസ്കവർ യൂസ്ഫുൾ ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്, വാട്ട് ഡു യു മീൻ ബൈ ഇൻഫർമേഷൻ എന്താണ്? വെൻ ഡാറ്റ ഈസ് പ്രോസസ്ഡ്, ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് ഇൻഫർമേഷനായി തീരുകയാണ്. ഇൻഫർമേഷൻ ഈസ് ദ ഓർഗനൈസ്ഡ് ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ വിച്ച് ഈസ് മീനിങ് ഓക്കെ. അപ്പോൾ നമ്മൾ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡാറ്റ വെച്ച് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കി, ഡാറ്റയൊക്കെ എടുത്ത് നമ്മൾ എന്താണ് ഇത് ഇന്നതാണ് ഫേവറബിൾ ഡാറ്റയാണ്, അൺഫേവറബിൾ ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സെയിൽസ് കൂടുന്നുണ്ട്, നമ്മൾ എക്സ്പോർട്ട് കൂടുന്നുണ്ട്, അങ്ങനെ പല ഡാറ്റ വെച്ച് പലതും നമുക്ക് കിട്ടാമല്ലോ. അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനത്തിൻ്റെ പേരാണ് എന്ത് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ. ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് എന്ത് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ. വാട്ട് ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡാറ്റ, എന്താണ് ഡാറ്റ എങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ ഫോംസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്ന് ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മളോട് റേറ്റിംഗ് ചോദിക്കില്ല, ചില സിനിമേൻ്റെ ആണെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിലും, അത് ക്വാളിറ്റേറ്റീവ് ആണ്. നമ്മളെ ക്വാളിറ്റി അല്ലേ നമ്മളവിടെ നിന്ന് പറയുന്നത്, അല്ലെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഡിസാറ്റിസ്ഫൈഡ് ആണ് അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട്. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ് അക്കങ്ങളാണ്, അല്ലെ എത്ര എണ്ണങ്ങളുണ്ട് എന്നുള്ള നമ്പേഴ്സാണ്. അതിൽ എന്ത് കാറ്റഗറിക്കൽ ഡാറ്റയുണ്ട്, കണ്ടിന്യൂസ് ഡാറ്റയും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി അതിൽ ആദ്യം ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്താണെന്നുള്ളതാണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഈസ് ഡാറ്റ ദാറ്റ് യൂസസ് വേർഡ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ വേർഡുകളാണ് യൂസ് ചെയ്യുക അല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എന്താണ് നല്ലത്, മോശം, അല്ലെങ്കിൽ എന്താണ് ആവറേജ്, ഗുഡ്, ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കില്ലേ. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ക്യാൻ ബി ഒബ്സർവ്ഡ് യൂസിങ് സബ്ജക്റ്റീവ്. അത് വളരെ സബ്ജക്റ്റീവാണ്. ചിലർക്ക് ഇഷ്ടപ്പെടുന്നത്, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ദെർഫോർ ഡിഫിക്കൽട്ട് ടു യൂസ് ഫോർ പർപ്പസ് ഓഫ് മേക്കിംഗ് കമ്പാരിസൺ. അതുകൊണ്ട് തന്നെ കമ്പാരിസന് വേണ്ടിയിട്ട് എന്താണ് ഇത് ഹെൽപ്ഫുൾ അല്ല. പിന്നെ അടുത്തതാണ് എന്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ is data that is expressed with numbers ആയിട്ട് എന്താണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഡാറ്റയാണ് എന്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഇസ് ഡാറ്റ വിച്ച് ക്യാൻ ബി പുട്ട് ഇൻ ടു കാറ്റഗറീസ് മെഷേർഡ് ആൻഡ് റാങ്ക്. നമുക്ക് കാറ്റഗറീസിലേക്ക് മാറ്റാം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ.
അങ്ങനെയാണ് ഇപ്പോൾ എന്താണ് 5 അടിക്ക് താഴെയുള്ള ആൾക്കാർ, 6 അടീൻ്റെ 7 അടീൻ്റെ ഇടയിലുള്ള ആൾക്കാർ, 4 അടീൻ്റെയും 5 അടീൻ്റെ ഇടയിൽ ഹൈറ്റ് വരുന്നത്. അപ്പോൾ തീരെ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ, ഹൈറ്റ് ആവറേജ് ഉള്ള ആൾക്കാർ, കൂടിയ ആൾക്കാർ, അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാമല്ലോ. ഒക്കെ എന്താണ് നമുക്ക് നമ്പേഴ്സ് വേണം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് വെച്ചാൽ എന്താണ്, അത് നമ്പേഴ്സാണ്. മറ്റേത് എന്താണ്, വേർഡ്സ് ആണ്, നമ്മളെ എക്സ്പ്രഷൻസ് ആണ്, നല്ലതാണ് മോശമാണെന്നൊക്കെ പറയുന്നതാണ്. പിന്നെ കാറ്റഗറിക്കൽ എന്താണ്, കാറ്റഗറിക്കൽ ഡാറ്റ ഇസ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. ആൻ ഐറ്റം കനോട്ട് ബിലോങ് ടു 1 or more ഗ്രൂപ്പ് അറ്റ് എ ടൈം. ഒരു കാറ്റഗറി പെടുന്ന ഡാറ്റ അല്ല, ഞാനെന്താ പറഞ്ഞാൽ ഹൈറ്റ് 6 അടിയിൽ മുകളിലുള്ള ആൾക്കാർ പിന്നെ കാറ്റഗറി ആക്കാമല്ലോ, 6 അടി താഴെയുള്ള ആൾക്കാർ. പിന്നെ കണ്ടിന്യൂസ് ഡാറ്റ എന്താണ്, ഇനി അടുത്തതാണ് കണ്ടിന്യൂസ് ഡാറ്റ. അതെന്താ പറയുന്നത്, കണ്ടിന്യൂസ് ഡാറ്റ ഈസ് ന്യൂമറിക്കൽ ഡാറ്റ മെഷേർഡ് ഓൺ എ കണ്ടിന്യൂസ് റേഞ്ച് ഓർ സ്കെയിൽ. ഇൻ കണ്ടിന്യൂസ് ഡാറ്റ ഓൾ വാല്യൂസ് ആർ പോസിബിൾ വിത്ത് നോ ഗ്യാപ്സ് ഇൻ ബിറ്റ്വീൻ. കണ്ടിന്യൂസ് ആയിട്ട് നമ്പേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഡാറ്റാസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്തരം ഡാറ്റാസ് ആണെന്ത് കണ്ടിന്യൂസ് ഡാറ്റ എന്ന് വെച്ചാൽ, ഒരു ഡിസ്റ്റിങ് നമ്പർ അല്ലാത്ത ഒരു ഡാറ്റ എന്ന് വെച്ചാൽ. ഓക്കെ, അത് നമ്മളിപ്പോൾ ഈ പ്രോഫിറ്റ് ഒക്കെ ഒരു വർഷത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ, അങ്ങനെ ഉണ്ടാവും. ഒരു ദിവസത്തെ സെയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ നമ്പേഴ്സ് എഴുതിക്കൊണ്ട് പോകുന്ന ഡാറ്റാസ് ആണെന്ത് കണ്ടിന്യൂസ് ഡാറ്റ എന്ന് വെച്ചാൽ. ഇനിയാണ് നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് വരുന്നത്, വാട്ട് ഈസ് ബിസിനസ് ഡാറ്റ അനാലിസിസ്. എന്താണ് ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ബൈ വിച്ച് സ്പെസിഫിക് സെറ്റ് ഓഫ് ടെക്നീക്സ് കോമ്പിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ബിസിനസ് ഡാറ്റ അനാലിസിസ്? ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ബൈ എ സ്പെസിഫിക് സെറ്റ് ഓഫ് ടെക്നീക്സ്, കോമ്പിറ്റൻസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് are applied to perform the continuous exploration, iteration and investigation of past and current business data for the purpose of obtaining insights about a business that can lead to improved decision making. ഇവിടെ പറഞ്ഞത് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡാറ്റേനെ എന്താ ചെയ്യുന്നത്, ഡാറ്റേനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു, ഇറ്ററേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നു, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ പല ടെക്നിക്കുകളും, നമ്മൾ പല കോമ്പിറ്റൻസീസ്, നമ്മളെ തന്നെ കഴിവുകളും, നമ്മൾ പല പ്രൊസീജിയേഴ്സും യൂസ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഡാറ്റേനെ കിട്ടിക്കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായി നമ്മൾ എന്താണ് പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടും കോമ്പിറ്റൻസി ഉപയോഗിച്ചിട്ടും എക്സ്പ്ലോർ ചെയ്യുന്നു, ഇറ്ററേറ്റ് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ബിസിനസ്സിൻ്റെ ഒബ്റ്റൈനിങ് ഇൻസൈറ്റ്സ് അബൌട്ട് ബിസിനസ് ദാറ്റ് ക്യാൻ ലീഡ് ടു ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ബിസിനസ് ഡാറ്റ അനാലിറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അനാലിസിസിൻ്റെ എ മെത്തഡോളജി ഫോർ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇത് ഡിസിഷൻ മേക്കിങ്ങിന് അത്യാവശ്യമാണ്. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ എന്ത് വേണം, നമുക്ക് പാസ്റ്റ് ഡാറ്റ വേണം. ബിസിനസ് അനാലിറ്റിക്സ് ഇസ് എ മെത്തഡോളജി ഓർ ടൂൾ ടു മേക്ക് സൗണ്ട് കമേഴ്ഷ്യൽ ഡിസിഷൻ. നല്ല ഡിസിഷൻസിനായിട്ട് എന്താണ് ഇത് അത്യാവശ്യമാണ്. പിന്നെ അടുത്തെന്താണ്, ഓപ്പറേഷണൽ എഫിഷ്യൻസിയാണ്. ഒരു സ്ഥാപനത്തിൻ്റെ ഓപ്പറേഷൻസ്, അതിൻ്റെ ട്രേഡിംഗ് ആവട്ടെ, മാനുഫാക്ചറിങ് ആവട്ടെ, അതിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസിക്ക് എന്താണ് അത്യാവശ്യമാണ്. പിന്നെ അടുത്തെന്താണ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അത് നമ്മുടെ കോമ്പറ്റീഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്. പിന്നെ എന്താണ്, വാല്യുബിൾ ഇൻഫർമേഷൻ തരുന്നുണ്ട്. നമുക്ക് ഒരുപാട് എന്താണ് ഉപയോഗപ്രദമായ ഇൻഫർമേഷൻസ് എന്ത് തരുന്നുണ്ട്, ഈ പറയുന്ന ബിസിനസ് ഡാറ്റ അനാലിറ്റിക്സ് തരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് സ്റ്റേറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ്. എത്ര തരം ഡാറ്റ അനാലിസിസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് തരമുണ്ട്. അതിലൊന്നാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്ന ഒന്നാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ലുക്സ് അറ്റ് പാസ്റ്റ് ഡാറ്റ ആൻഡ് ടെൽസ് വാട്ട് ഹാപ്പൻഡ്. കഴിഞ്ഞ ഡാറ്റ തന്നിട്ട് അത് എന്താണ് നടന്നത് എന്ന് പറയുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ. ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം എത്ര പ്രോഫിറ്റ് കിട്ടി, കഴിഞ്ഞ വർഷം എത്ര സെയിൽ കുറഞ്ഞു പോയി, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനാണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഓർ സമ്മറൈസസ് എ ബിസിനസ് എക്സിസ്റ്റിംഗ് ഡാറ്റ ടു ഗെറ്റ് എ പിക്ചർ വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് or is happening currently. It is the simplest form of analytics and employs data aggregation and mining technique. പിന്നെ ഡയഗ്നോസ്റ്റിക് ആണ്. അതെന്താണ്, എന്തുകൊണ്ടാണ് നടന്നത്. ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സൊക്കെ തരുന്ന ഡയഗ്നോസ്റ്റിക് ഡാറ്റ അല്ലേ. അതായത് നമ്മൾ അസുഖത്തിൻ്റെ കാരണം എന്താണ്, ഇന്ന ഫുഡ് കഴിക്കരുത്, അല്ലെങ്കിൽ ഇന്ന കെമിക്കൽസ് കൂടിയത് കൊണ്ടാണ്, അതിന് ഇന്ന മരുന്ന് വേണം. അപ്പോൾ അതൊരു ഡയഗ്നോസ്റ്റിക് ഡാറ്റ. അതേമാതിരി ബിസിനസ്സിൽ എന്തുകൊണ്ടാണ് ഇത് കുറഞ്ഞു പോയത്, അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ്. മറ്റെന്താണ് ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇതിങ്ങനെ ബിസിനസ് താഴ്ന്നു വരികയാണ്, അത് കുറവാണെന്നുള്ള കാര്യം മാത്രമേ പറയുന്നു. ഇതിൽ നിന്നാണ് അതിൻ്റെ കാരണങ്ങൾ പറയുന്നു ഡയഗ്നോസ്റ്റിക്കിൽ. പിന്നെ എന്താണ്, അതെങ്ങനെയാണ് അത് പരിഹരിക്കുക എന്നുള്ള കാര്യം കൂടി ഇതിൽ പറയും. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ റീസൺ ആണ് മെയിനായിട്ട്. പിന്നെ പ്രഡിക്റ്റീവ് അനാലിസിസ് ആണ്. അടുത്തത് എന്താണ്, പ്രഡിക്ഷൻസ് ആണ്. പ്രഡിക്ഷൻസ് എന്തൊക്കെയാണ്, ഭാവിയിൽ ഇന്നതാണ് നടക്കാൻ പോകുന്നത്, ബിസിനസ്സിൽ ഇന്ന കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു പ്രഡിക്ഷനാണ് പ്രഡിക്റ്റീവ് അനാലിസിസ്. പ്രഡിക്ട്സ് വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച്
Trends are derived from past data which are then used to perform predictions about the future. അപ്പോൾ എന്താണ് ട്രെൻഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പ്രൊഡിക്റ്റീവ് അനാലിറ്റിക്സ് ഫോക്കാസ്റ്റ് പോസിബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ്സ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ്. ഇപ്പോൾ ഭാവിയിൽ ഇന്ന സംഗതികൾ പ്രൊഡിക്റ്റീവ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് അതൊക്കെ പ്രൊഡിക്റ്റീവ് അല്ലേ? അതൊക്കെ ഡാറ്റ കിട്ടിയിട്ടാണ് ആൾക്കാരെ കയ്യിൽ നിന്നാണ്. അത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ് വാങ്ങുന്നത്, ആൾക്കാർ അഭിപ്രായം ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതേമാതിരി നമുക്ക് ബിസിനസ്സിൽ ഭാവിയിൽ ഇന്ന ബിസിനസ് വളരാൻ ചാൻസ് ഉണ്ട്, ഇപ്പോൾ ട്രെൻഡ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ പ്രിസ്ക്രിപ്റ്റീവ് ആണ്. നമ്മൾ നേരത്തെ മറ്റേ ഡയഗ്നോസ്റ്റിക് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിൻ്റെ പരിഹാരങ്ങൾ, അതായത് പ്ലാൻ ഓഫ് ആക്ഷൻ തരുന്ന ഡാറ്റാസാണ്. അപ്പോൾ എന്താണ് നമ്മൾ ബിസിനസ് തളർന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിന് നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ കിട്ടുന്നു, തളരുകയാണ്, കാരണങ്ങൾ ഇതൊക്കെയാണ്. പ്രൊഡിക്റ്റീവ് എന്താണ് ഭാവിയിൽ ഇന്നതൊക്കെ വരാൻ പോകുന്നു, അതുകൊണ്ട് നമ്മൾ ഇന്ന പ്ലാൻ ഓഫ് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കെന്ത് സംഭവിക്കും, ഗുണമുണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ തരുന്ന നമുക്കൊരു ഒരു സഹായം അല്ലെങ്കിൽ നമുക്കൊരു ഉപദേശം തരുന്ന ഡാറ്റ അല്ലെങ്കിൽ അനാലിസിസ് ആണെന്ത് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി സ്റ്റേറ്റ് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഡാറ്റ അനാലിസിസ്. ഫേസസ് എന്ന് വെച്ചാൽ ഘട്ടങ്ങളാണ്. ഡാറ്റ അനാലിസിസിന് പല ഫേസസ് ഉണ്ട്, ഘട്ടങ്ങളുണ്ട്. ഒന്നെന്താണ് ഡാറ്റ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ആണ്. ഡിറ്റർമിനേഷൻ ഓഫ് ദ ടൈപ്പ് ഓഫ് ഡാറ്റ റിക്വയർഡ് ആൻഡ് ഹൗ ഡാറ്റ ഈസ് ഗ്രൂപ്പ്ഡ്. ഏതൊക്കെ ഡാറ്റയാണ് നമുക്ക് ആവശ്യം, എങ്ങനെയാണ് അത് ഗ്രൂപ്പ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഘട്ടമാണെന്ത് ഡാറ്റ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഘട്ടങ്ങളാണ് ഫേസസ്. അതിൽ ആദ്യ ഘട്ടമാണ് ഡാറ്റ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. അടുത്തതാണെന്ത് ഡാറ്റ കളക്ഷൻ. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഘട്ടമാണ് അടുത്തത്. അപ്പോൾ ഡാറ്റ എന്താണ് നമ്മൾ സമാഹരിക്കുന്നത്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, ആൾക്കാരുടെ അടുത്ത് പോയി ഡാറ്റ ആവശ്യപ്പെടുന്നു, അത് അവർ എഴുതി തരുന്നു, അല്ലെങ്കിൽ പറയുന്നു, നമ്മൾ എഴുതി വെക്കുന്നു, അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നു. പിന്നെയാണ് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന ഘട്ടം. അത് കഴിഞ്ഞ് നമ്മൾ ഡാറ്റ എല്ലാം ഇപ്പോൾ എക്സൽ ഷീറ്റിലൊക്കെ ഇട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുമല്ലോ, അതിൻ്റെ ആവറേജും കാര്യങ്ങളൊക്കെ. പിന്നെ ഡാറ്റ ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ എന്താണ് പ്രോസസ് പ്രിവെൻറ്റിങ് ആൻഡ് കറക്റ്റിങ് എറേഴ്സ്. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിലോ അപ്പോൾ എന്താണ് പ്രിവെൻറ്റ് ചെയ്യുക. അടുത്തതാണെന്ത് ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനലൈസ് ചെയ്യുക. നമ്മൾ ഡാറ്റ കിട്ടിയ ഡാറ്റ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്ത് അത് നോക്കുക. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇൻഫറൻസ് നമുക്ക് കൺക്ലൂഷൻസും കിട്ടും. അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്കൊരു തീരുമാനങ്ങൾ കിട്ടും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡിസിഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അടുത്തതാണ് സ്റ്റേറ്റ് ഡിഫറെൻറ്റ് കോമ്പണൻസ് ഓഫ് ബിസിനസ് അനാലിറ്റിക്സ്. ബിസിനസ് അനാലിറ്റിക്സിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ ഒരു ഘടന എന്താണ്. ഘടന എന്ന് പറഞ്ഞുകൂടാ, അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന നമ്മൾ പറയുകയാണെങ്കിൽ ഉള്ളിലുള്ള ഓരോ സംഗതികൾ, ഫാക്ടേഴ്സ്. അപ്പോൾ ഒന്ന് ബിസിനസ് ഡാറ്റ അനാലിസിസിൻ്റെ ഫസ്റ്റ് മെയിൻ കോമ്പണൻ്റ് ആണ് ഡാറ്റ അഗ്രിഗേഷൻ. അഗ്രിഗേഷൻ എന്ന് വെച്ചാൽ ടോട്ടലായിട്ട്. അപ്പോൾ ബിഫോർ ഡാറ്റ ക്യാൻ ബി അനലൈസ്ഡ്, ക്യാൻ ബി അനലൈസ്ഡ്, ഇറ്റ് മസ്റ്റ് ബി കളക്റ്റഡ്, സെൻട്രലൈസ്ഡ് ആൻഡ് ക്ലീൻഡ് ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ഫിൽറ്റേർഡ് ടു റിമൂവ് ഇന്നാക്യുറേറ്റ്, ഇൻകംപ്ലീറ്റ് ആൻഡ് അൺയൂസബിൾ ഡാറ്റ. അതായത് നമ്മൾ ഡാറ്റ ഒന്ന് അഗ്രിഗേറ്റ് ചെയ്യുക, അതിന് അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുക. അപ്പോൾ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പല ആൾക്കാർ രണ്ട് മൂന്ന് പേരൊക്കെ ഒരേ ആൾക്കാരുടെ പേര് വരിക, അയാൾ തന്ന ഡാറ്റ 2-3 വരിക, അതൊക്കെ ഒഴിവാക്കുക. എന്ത് ചെയ്യുക, ഡാറ്റ ക്ലീൻ ചെയ്യാം. പിന്നെന്ത് ഡാറ്റ മൈനിങ് ആണ്. ഡാറ്റ മൈനിങ് ആണ് ഇൻ സെർച്ച് ഓഫ് റിവീൽ ആൻഡ് ഐഡൻറ്റിഫൈ പ്രീവിയസ്ലി ഐഡൻറ്റിഫൈഡ് അൺറെക്കഗ്നൈസ്ഡ് ട്രെൻഡ് ആൻഡ് പാറ്റേൺ. മോഡൽസ് ക്യാൻ ബി ആണ് ക്രിയേറ്റഡ് ബൈ മൈനിങ് ത്രൂ. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇൻ സെർച്ച് ഓഫ് ടു റിവീൽ ദ ഐഡൻറ്റിഫൈ പ്രീവിയസ്ലി ഐഡൻറ്റിഫൈ അൺറെക്കഗ്നൈസ്ഡ് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺ, മോഡൽ ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ മൈനിങ് ത്രൂ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഡാറ്റ മൈനിങ് എംപ്ലോയ്സ് സെവറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ലൈക്ക് ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, ക്ലസ്റ്ററിങ്. ഡാറ്റ മൈനിങ് ഡാറ്റയിൽ നിന്ന് ആവശ്യമുള്ള ഘടകങ്ങൾ മാത്രം എടുക്കുക എന്നുള്ളതാണ്. അതിന് പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളുണ്ട്. ഒന്ന് ക്ലാസിഫിക്കേഷൻ ആണെന്ന്, റിഗ്രഷൻ ആണെന്ന്, ക്ലസ്റ്ററിങ് ആണ്. ക്ലാസിഫൈ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് ഓരോന്നും എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്ക് കുറേ ഡാറ്റ കിട്ടി, അതിൽ മെയിൽസിൻ്റെ ഡാറ്റയും ഫീമെയിൽസിൻ്റെ ഡാറ്റയും മാറ്റി വെക്കുക. അപ്പോൾ അതെന്താണ് നമുക്ക് മൈനിങ്ങിന് സഹായിക്കും. ഒരു സ്പെസിഫിക് ആയ ആളത് കിട്ടണമെങ്കിൽ നമുക്ക് മൈനിങ്ങിന് സഹായിക്കും. മൈനിങ് മീൻസ് ഡാറ്റയിൽ നിന്നൊരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ആരെങ്കിലും കിട്ടണമെങ്കിൽ. അതേമാതിരി റിഗ്രഷൻ അനാലിസിസ്, ക്ലസ്റ്ററിങ്, അങ്ങനെ പലതും ഉണ്ട്. ക്ലസ്റ്റേഴ്സ് ആക്കി വെക്കുക പല ഘട്ടങ്ങൾ. ഇപ്പോൾ നമ്മൾ കേരളത്തിന് മൊത്തം എടുക്കുകയാണെങ്കിൽ ക്ലസ്റ്റേഴ്സ് ആക്കുക. കോഴിക്കോടിൻ്റെ ഒരു ക്ലസ്റ്റർ, അല്ലെങ്കിൽ വയനാടിൻ്റെ ഒരു ക്ലസ്റ്റർ, അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ ഒരു ക്ലസ്റ്റർ, അങ്ങനെ മാറ്റി വെക്കുമല്ലോ ഡാറ്റാസ്. അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന എളുപ്പമാണ്. ഓക്കെ, അതാണ് ഡാറ്റ മൈനിങ് എന്ന് വെച്ചാൽ. നമുക്ക് ഇവിടെ ബി ആണ് വരുന്നത്. പിന്നെ വരുന്നതാണ് അസോസിയേഷൻ ആൻഡ് sequence identification. In many cases, consumers perform similar actions at the same time to perform predictable actions sequentially. അപ്പോൾ കൃത്യമായിട്ട് സീക്വൻസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ചില കസ്റ്റമേഴ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് ചില എന്തെങ്കിലും ഒരു ഗുഡ്സ് വാങ്ങുക,
ഇപ്പോൾ ആപ്പിളിൻ്റെ ഫോൺ വാങ്ങുന്ന ആൾക്കാർ ആപ്പിളിൻ്റെ ഫോൺ തന്നെ വാങ്ങും. അപ്പോൾ അതിനൊരു സീക്വൻസിൻ്റെ സ്വഭാവം ഉണ്ടാവും. അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് വാങ്ങുക, ആപ്പിളിൻ്റെ ടാബ് വാങ്ങുക, ആപ്പിളിൻ്റെ എയർപോഡുകൾ വാങ്ങുക, ആപ്പിളിൻ്റെ വാച്ച് വാങ്ങുക. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഡാറ്റ നോക്കിയിട്ട് ഏതൊക്കെ കസ്റ്റമേഴ്സാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെന്താണ്, ടെക്സ്റ്റ് മൈനിങ് ആണ്. കമ്പനീസ് ക്യാൻ ഓൾസോ കളക്ട് ടെക്സ്റ്റൽ ഇൻഫർമേഷൻ ഫ്രം സോഷ്യൽ മീഡിയ സൈറ്റ്സ്, ബ്ലോഗ് കമൻറ്റ്സ് ആൻഡ് കോൾ സെൻറ്റർ സ്ക്രിപ്റ്റ് ടു എക്സ്ട്രാക്ട് മീനിങ് റിലേഷൻഷിപ്പ് ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ബ്ലോഗുകളോ അല്ലെങ്കിൽ കോൾ സെൻറ്ററുകളിലൊക്കെ വരുന്ന കോളുകളുടെ നോക്കിയിട്ട്, അപ്പോൾ അതൊക്കെ എന്താണ്, ഒരു ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടാവും, ഡാറ്റ എഴുതി വെച്ചിട്ടുണ്ടാവും, പിന്നെ കോൾ ഇങ്ങനെ വന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന്നൊക്കെ നമ്മൾ എന്താണ് എടുത്തിട്ട് അതിനൊക്കെ ടെക്സ്റ്റ് ഫോം ഉണ്ടാവും. ടെക്സ്റ്റ് ഫോം എന്ന് വെച്ചാൽ ടൈപ്പ് ആയിട്ടുള്ളത്. അതിന് നമ്മൾ എന്താണ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള എന്താണ് ഡാറ്റാസ് എടുക്കാൻ സാധിക്കും. അതിൻ്റെ പേരാണ് എന്ത്, ടെക്സ്റ്റ് മൈനിങ്. നെക്സ്റ്റ് എന്താണ്, ഫോർകാസ്റ്റിംഗ് ആണ്. ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഭാവി പ്രഡിക്റ്റ് ചെയ്യലാണ്. എ ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ് ഓർ ബിഹേവിയേഴ്സ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ അനലൈസിങ് പ്രോസസ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. നമുക്ക് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഭാവിയിൽ എന്ത് നടക്കുന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എന്താണ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രവചിക്കാൻ പറ്റും. അതിൻ്റെ പേരാണ് എന്ത്, ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്തതാണ് പ്രഡിക്റ്റീവ് അനാലിസിസ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അനലൈസിസ് ചെയ്യാം. കമ്പനീസ് ക്യാൻ ക്രിയേറ്റ്, യൂസ് ആൻഡ് മാനേജ് predictive scoring models, positively addressing events such as customer behavior, narrow down customer age, income, etc. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്താണ് ഒരു സംഗതി നോക്കിയിട്ട് നമ്മളെന്താണ് എന്തെങ്കിലും ഡാറ്റ നോക്കിയിട്ട് കസ്റ്റമറിൻ്റെ ഏജോ കസ്റ്റമറിൻ്റെ പ്രിഫറൻസോ ഒക്കെ നമുക്കെന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഡാറ്റാൻ്റെ വിഷ്വലൈസേഷനാണ്. അപ്പോൾ ഡാറ്റ ഉപയോഗിച്ച് ഗ്രാഫിക്സ് ഉണ്ടാക്കുക, വിഷ്വൽ ഇമേജസ് ഉണ്ടാക്കുക. നമ്മുടെ ഈ പൈ ചാർട്ട്, ഈ പറഞ്ഞ ബാർ ചാർട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ഡാറ്റ വിഷ്വലൈസേഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, ഡാറ്റേൻ്റെ കോമ്പണൻസ് ആയിട്ട് വരും, അതിനുള്ള ചെറിയ ചെറിയ ഘടകങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഒന്നെന്താണ്, വാട്ട് ആർ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഡാറ്റ അനാലിറ്റിക്സ് ആണ്. ഡാറ്റ അനാലിറ്റിക്സിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, നമ്മൾ നേരിടുന്ന എന്താണ് വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, ബുദ്ധിമുട്ടുകൾ. ഒന്നെന്താണ്, എക്സിക്യൂട്ടീവ് ഡിസ്ട്രസ്റ്റ് ആണ്. ഡിസ്ട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിശ്വാസമില്ലായ്മയാണ്. എക്സിക്യൂട്ടീവ് തലത്തിലുള്ള വിശ്വാസമില്ലായ്മ. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ഗെറ്റ് ദ കൺസെൻറ്റ് ഓഫ് എവരി വൺ ഇൻ അപ്പർ മാനേജ്മെൻറ്റ് ടു ഇംപ്ലിമെൻറ്റ് ബിസിനസ് അനാലിറ്റിക്സ്. Although most organizations have adopted some of the form of business analytics, analytics is still an area viewed with doubt by many top-level executives. Therefore, trust must be built to effectively leverage data. അപ്പോൾ നമ്മൾ ഈ എംപ്ലോയീസിനെ കൂടെ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ചിലപ്പോൾ എന്താണ് അവരെ ട്രസ്റ്റ് ചെയ്യില്ല. എംപ്ലോയീസിനെ അവരെ വിട്ട് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ബിസിനസ്സിൻ്റെ ഡാറ്റ മിസ്യൂസ് ചെയ്യുമോ, അല്ലേ, നമ്മുടെ ഡാറ്റാസ് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേറെ ആൾക്കാർക്ക്, നമ്മുടെ ശത്രുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റീവ് സ്ഥാപനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപദ്രവമാണ്. അവരെന്താണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ പൊസിഷൻസും കൃത്യമായിട്ട് തിരിച്ചറിയും. അത് ടോപ്പ് ലെവൽ മാനേജേഴ്സിന് അപ്പോൾ ഈ ഡാറ്റ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതിന് കൊണ്ട് ലോവർ ലെവൽ എംപ്ലോയീസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഒരു ട്രസ്റ്റ് ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ്. പിന്നെ കൊളാബറേഷനാണ്. ഒരു ടീം വർക്കായി കൊളാബറേറ്റ് ചെയ്യുന്ന വെച്ചാൽ ടീം വർക്ക് ആവുക എന്നുള്ളത്. അപ്പോൾ പുവർ കൊളാബറേഷൻ വലിയൊരു പ്രശ്നമാണ്. ലാക്ക് ഓഫ് ടീം വർക്ക് എമംഗ് സം ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്യാൻ സ്ലോ ദി ഇവാലുവേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അനാലിറ്റിക്സ് ഡ്രിവൺ ഇനീഷ്യേറ്റീവ്സ്. അപ്പോൾ കൊളാബറേഷൻ്റെ പ്രശ്നമാണ്. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞത് ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻ്റ് ആണ്. നമുക്ക് കൃത്യമായിട്ട് കമ്മിറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ എന്താണ് അതിനോട് എന്താണ് ഒരു ആത്മാർത്ഥത ഇല്ലെങ്കിൽ. Many analytics software packages provide solutions that are easy to implement. However, cost of implementation is high and return investment is often not immediate. Although analytical models develop over time and predict will improve, dedication is required. അപ്പോൾ നമ്മൾ നല്ല ഡെഡിക്കേഷൻ വേണം അതിന്. നമ്മൾ ജസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്ത് അവിടെ മൂലക്കിട്ടിട്ട് കാര്യമില്ല. അത് കൃത്യമായിട്ട് എന്താണ്, അത് ഭയങ്കര ഒരു ടീഡിയസ് ആയ വർക്കാണത്. ടീഡിയസ് മീൻസ് ആണ് ഒരുപാട് നമുക്ക് ചെയ്യാണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണ നേരത്തൊക്കെ ചെയ്ത് വന്നാലേ അതിന് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുറേ നമ്മൾ ചെയ്ത് പിന്നെ ബാക്കി ആ പേപ്പറുകൾ ഇപ്പോൾ നമ്മൾ കണ്ട് എല്ലാ ഡാറ്റകളും എന്താണ് നമ്മൾ അവസാനം തൂക്കി വെക്കുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്താണ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കൃത്യമായിട്ട് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ എന്തുള്ളൂ നമുക്ക് അതിനോട് റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉള്ളൂ. പിന്നെ വരുന്നതാണ് സ്ലോ ഇൻഫർമേഷൻ മെച്യൂരിറ്റിയാണ്. അപ്പോൾ ഇൻഫർമേഷൻ മെച്യൂരിറ്റി എന്താണ് വളരെ കുറഞ്ഞു വരികയാണെങ്കിൽ എന്താണ്, അതായത് ഇൻഫർമേഷൻ മെച്യൂരിറ്റി എന്ന് വെച്ചാൽ ഇൻഫർമേഷൻസിനെ കുറിച്ചുള്ള അറിവില്ലാത്തൊരവസ്ഥ ആൾക്കാർക്ക്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്താണ് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും, അത് കൃത്യമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത് നമ്മുടെ ചാലഞ്ചസ്, ബിസിനസ് അനാലിറ്റിക്സിൻ്റെ അല്ലെങ്കിൽ അനാലിസിസിൻ്റെ ചാലഞ്ചസ് ആയിട്ട് വരുന്നത്. ഇനി ബിസിനസ് ഡാറ്റയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഡാറ്റ അനാലിസിക്സ് ടൂൾസ് ഉണ്ട്. ഈ കമ്പ്യൂട്ടറിൽ തന്നെ ഈ ബിസിനസ് ഡാറ്റ അനലൈസ് ചെയ്യാൻ, ഈ ഒരുപാട് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്യാൻ ഒരുപാട് ടൂൾസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ബിസിനസ് ഡാറ്റ അനാലിറ്റിക്സ് ടൂൾസ് ആർ ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ സോഫ്റ്റ്വെയറുകളാണത്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി. ഓക്കെ, അപ്പോൾ ഡാറ്റ അനലൈസ് ചെയ്യാൻ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. അതിൽ ആദ്യത്തെ സോഫ്റ്റ്വെയർ ആണെന്ത്, ആർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. അപ്പോൾ ആർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ ലാംഗ്വേജ് ആണ്. അത് വെച്ച് ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ്. ഇറ്റ്സ് എ ലാംഗ്വേജ് ആൻഡ് സോഫ്റ്റ്വെയർ എൻവയോൺമെൻറ്റ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഗ്രാഫിക്സ് റെപ്രസെൻറ്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. അപ്പോൾ നമ്മൾ സി പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞ് C++ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജാവ, അതേമാതിരി മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ആർ പ്രോഗ്രാമിംഗ്. അത് ഡാറ്റ അനലൈസ് ചെയ്യാനും അതിന് ഗ്രാഫിക്സ് കിട്ടാനും അതിന് ഈ പറയുന്ന മാതിരി എന്താണ് അതിൻ്റെ ഈ എക്സൽ ഷീറ്റല്ല അതിൻ്റെ ടേബിൾ ഫോർമാറ്റോ അതിനെന്താണ് ഈ പറയുന്ന ഗ്രാഫുകൾ കിട്ടാനും ഈ പൈ ചാർട്ടും ഈ ബാർ ചാർട്ടൊക്കെ കിട്ടാനുള്ള എന്താണ് ഗ്രാഫുകൾ ഈ ആർ പ്രോഗ്രാമിങ്ങിലൂടെ ചെയ്യാം. പിന്നെ എന്താണ് ടാബ്ല്യൂ പബ്ലിക് എന്ന് പറഞ്ഞൊരു ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്, ടാബ്ല്യൂ പബ്ലിക്, ദാറ്റ് കണക്ട്സ് എനി ഡാറ്റ സോഴ്സ്, ക്യാൻ ബി ഇറ്റ് കോർപ്പറേറ്റ് ഡാറ്റ വെയർഹൗസ്, മൈക്രോസോഫ്റ്റ് എക്സൽ, വെബ് ബേസ്ഡ് ഡാറ്റ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ് ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ടാബ്ല്യൂ പബ്ലിക് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. അത് ഫ്രീ ആയൊരു സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്കിപ്പോൾ എക്സലിൻ്റെ ഡാറ്റ ആവട്ടെ, അല്ലെങ്കിൽ എന്താണ് വെയർഹൗസ് ഡാറ്റ, അല്ലെങ്കിൽ എന്താണ് വെബ് ബേസ്ഡ് ഡാറ്റ വിഷ്വലൈസേഷനുണ്ടെങ്കിൽ മാപ്പുകൾ, ഡാഷ്ബോർഡുകളൊക്കെ എന്താണ് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ പൈത്തൺ, അതും എന്താണ് ഒരു സോഫ്റ്റ്വെയർ ആണ്. പൈത്തൺ സോഫ്റ്റ്വെയർ മാത്രമല്ല, അതൊരു ലാംഗ്വേജും കൂടിയാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് വെച്ചാൽ അതിൽ നിന്നാണ് നമുക്ക് വേണമെങ്കിൽ അതിൽ ഈ പറഞ്ഞ മാതിരി ബട്ടണുകളും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്ന ബട്ടൺസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ കമ്പ്യൂട്ടറൊക്കെ തുറക്കുമ്പോൾ ഹോം ബട്ടൺ എന്നൊക്കെ പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് ഒബ്ജക്റ്റ് എന്ന് പറയുക. അതൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണത്. അത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതിൽ നിന്നാണ് ഈ ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റും. അതൊരു ഫ്രീ ഓപ്പൺ സോഴ്സ് ടൂളാണ്. പിന്നെ SAS എന്നാണ്, അതൊരു പ്രോഗ്രാമിംഗ് എൻവയോൺമെൻ്റ് ആണ്, ലാംഗ്വേജ് യൂസ് ഫോർ മാനിപ്പുലേഷൻ ആൻഡ് ലീഡർ ഇൻ അനാലിറ്റിക്സ്. SAS ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എക്സൽ നമുക്കറിയാം, ബേസിക് ആൻഡ് പോപ്പുലർ വൈഡ്ലി യൂസ്ഡ് അനാലിറ്റിക്കൽ ടൂളാണ്. നമ്മളെ മൈക്രോസോഫ്റ്റ് എക്സൽ, ഓക്കെ, എക്സൽ ഷീറ്റുകൾ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സൽ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് വെൻ ദർ ഇസ് എ റിക്വയർമെൻറ്റ് ഓഫ് അനാലിറ്റിക്സ് ഓൺ ക്ലയൻറ്റ്സ് ഇൻറ്റേർണൽ ഡാറ്റ. പിന്നെ റാപ്പിഡ് മൈനർ എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഒരു പവർഫുൾ ഇൻ്റഗ്രേറ്റഡ് ഡാറ്റ സയൻസ് പ്ലാറ്റ്ഫോം ഉണ്ട്, ഡെവലപ്ഡ് ബൈ ദ സെയിം കമ്പനി ദാറ്റ് പെർഫോംസ് പ്രെഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് അതർ അഡ്വാൻസ് അനാലിറ്റിക്സ് ലൈക്ക് ഡാറ്റ മൈനിങ്, ടെക്സ്റ്റ് അനാലിറ്റിക്സ്, മെഷീൻ ലേണിംഗ്, വിഷ്വൽ അനാലിറ്റിക്സ്. അപ്പോൾ റാപ്പിഡ് മൈനർ എന്താണ്, ഒരു ഡാറ്റ പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ അതൊരു വെബ്സൈറ്റാണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് ഇട്ടിട്ട് നമുക്ക് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, റാപ്പിഡ് മൈനറിലിട്ട് ഡാറ്റ അനലൈസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ക്നൈം എന്നുണ്ട്, KNIME, ക്നൈം എന്നും പറയാം, നൈം എന്നും പറയാം, പ്രൊണൗൺസ് ചെയ്യാം. അതൊരു ലീഡിങ് ഓപ്പൺ സോഴ്സ് റിപ്പോർട്ടിംഗ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ്, അതൊരു ഓപ്പൺ സോഴ്സ് എന്നാണ് അനാലിറ്റിക്കൽ ടൂളാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് എന്ന് വെച്ചാൽ ഫ്രീ ആണത്, പൈസ കൊടുക്കാതെ യൂസ് ചെയ്യാം. അലൗസ് യു ടു അനലൈസ് മോഡൽ ആൻഡ് ഡാറ്റ ത്രൂ വിഷ്വൽ പ്രോഗ്രാമിംഗ്. പിന്നെ BERT എന്ന് പറഞ്ഞിട്ട് എന്താണ്, അതൊരു ബേസിക് ഓപ്പൺ സോഴ്സ് അനാലിറ്റിക്, അതൊരു എന്താണ് ഒരു സോഫ്റ്റ്വെയർ ആണ്. റിപ്പോർട്ട്സ്, ഡാഷ്ബോർഡുകൾ ഉണ്ടാക്കാം, വിഷ്വലൈസേഷൻസ്, ബട്ട് റിക്വയർ വർക്കിംഗ് നോളജ് ഓഫ് ജാവേൻ്റെ സ്ക്രിപ്റ്റ് നമുക്കറിയണം, ഫോർമാറ്റിംഗ് ആണ് BERT യൂസ് ചെയ്യണമെങ്കിൽ. ഓക്കെ, അതും എന്താണ് ഒരു ഓപ്പൺ സോഴ്സ്, ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വേരിയസ് ടൂൾസ് ഫോർ ബിസിനസ് ഡാറ്റ അനാലിറ്റിക്സ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സ്റ്റേറ്റ് വേരിയസ് ട്രെൻഡ്സ് ഇൻ ബിസിനസ് അനാലിറ്റിക്സ് ആണ്. ഇപ്പോൾ ബിസിനസ് അനാലിറ്റിക്സിലെ ട്രെൻഡുകളാണ്. ഒന്നാണ് വലിയ ഡാറ്റാസ് ആയിരിക്കും. ബിസിനസ് അനാലിറ്റിക്സിലെ ട്രെൻഡുകൾ എന്താണ്, വിത്ത് ആൻ ഇൻക്രീസിങ് എംഫസിസ് ഓൺ ഡിജിറ്റലൈസേഷൻ ഇൻ എവറി ആസ്പെക്ട് ഓഫ് ലൈഫ്, ഡാറ്റാ സെറ്റ്സ് കണ്ടിന്യൂ ടു എക്സ്പാൻഡ് അറ്റ് എൻ എക്സ്ട്രാ ഓർഡിനറി സ്റ്റേറ്റ്. ഒരുപാട് ഡാറ്റ ഉണ്ടാവും ബിസിനസ് അനാലിറ്റിക്സിൽ, അല്ലെ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, വേഗത കൂടിക്കൊണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ കൂടി, നമ്മുടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് വളരെ വേഗതയിലായി. പണ്ടെന്നാണ് നമ്മളൊരു കത്ത് അയക്കുന്നതോ, അല്ലെങ്കിൽ പണ്ട് നമ്മൾ ടൈപ്പ് റൈറ്റിൽ ടൈപ്പ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കുന്നതോ സ്പീഡിലല്ല ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് വേഗം എന്താണ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ നമ്മുടെ നാട്ടിൽ പോലും ഹൈവേകൾ വലുതാവാൻ തുടങ്ങി, കേരളത്തിൽ തന്നെ ഇപ്പോൾ 4-6 വരി പാതകൾ വരാൻ തുടങ്ങി. അപ്പോൾ വേഗത കൂടി, അതിനനുസരിച്ച് ഡാറ്റേൻ്റെ അളവും കൂടുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ബിഗ് ഡാറ്റാസ് ഉണ്ടാകുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു, പുതിയ ട്രെൻഡിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പ്രോസസ് ചെയ്യാൻ സാധിക്കും, അല്ലേ. become smarter and able to teach them are also being developed and launched in industry verticals such as ബാങ്കിങ്ങിലും ഇൻഷുറൻസിലും റീറ്റെയിലൊക്കെ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരാൻ തുടങ്ങി. പിന്നെ ഡീപ്പ് ലേണിംഗ് വരാൻ തുടങ്ങി. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫ്രം മെഷീൻ ലേണിംഗ് ലെവറേജസ് ദ അഡ്വാൻറ്റേജ് ഓഫ് വാസ്റ്റ് കമ്പ്യൂട്ടിംഗ് പവർ ടു മാനേജ് എനോർമസ് ഡാറ്റ സെറ്റ്. ഓക്കെ, ഐഡൻറ്റിഫൈങ് പാറ്റേൺസ് ആൻഡ് ഡെലിവറിങ് പ്രഡിക്റ്റീവ് റിസൾട്ട് ദാറ്റ് ആർ ഫോർമലി ഇമ്പോസിബിൾ. ഇപ്പോൾ ഡീപ്പ് ലേണിംഗ് വരാൻ തുടങ്ങി, അത് ഈ കമ്പ്യൂട്ടർ തലത്തിൽ തന്നെ. അപ്പോൾ ഒരുപാട് പ്രഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഭാവി കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലൂടെ
വരാൻ തുടങ്ങി. അപ്പോൾ ഡീപ്പ് ലേണിംഗ് ഉദ്ദേശിക്കുന്നത് ഭാവിൻ്റെ പ്രൊഡിക്ഷൻ കുറച്ചും കൂടി എന്താണ് ഡീപ്പർ ആവുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ വരുന്നത്, ന്യൂട്രൽ നെറ്റ്വർക്ക്സ് ആണ്. ന്യൂട്രൽ നെറ്റ്വർക്ക്സ്, ഡാറ്റ സയൻറ്റിസ്റ്റ് ക്യാൻ നൗ ക്രിയേറ്റ് ബ്രെയിൻസ് വിച്ച് ഹാവ് കമ്പ്യൂട്ടിംഗ് പവർ ഓഫ് 1000 ഹ്യൂമൻ മൈൻഡ്. ഡാറ്റ ക്യാൻ ബി പ്രോസസ്ഡ് ആൻഡ് സോർട്ടഡ് പാറ്റേൺസ് ക്യാൻ ബി ഐഡൻറ്റിഫൈ, പാറ്റേൺസ് ആണ് ക്യാൻ ബി ഐഡൻറ്റിഫൈ അലോങ് എ ഹിസ്റ്റോറിക്കൽ ടൈമിൽ. അപ്പോൾ ന്യൂട്രൽ നെറ്റ്വർക്കുകൾ എന്ന് വെച്ചാൽ എന്താണ്, ഒരു മനുഷ്യൻ്റെ സഹായമില്ലാതെ തന്നെ കുറേ കാര്യങ്ങൾ എന്താണ് മനുഷ്യൻ്റെ ബ്രെയിന് ചെയ്യുന്ന വർക്കുകൾ ഇപ്പോൾ എന്താണ് കമ്പ്യൂട്ടിങ്ങിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിലൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ന്യൂട്രലായി തുടങ്ങി. മനുഷ്യൻ്റെ ഈ പറഞ്ഞ സിസ്റ്റം അല്ലെങ്കിൽ മനുഷ്യൻ്റെ എന്താണ് പ്രജുഡിസ്, ബയസുകൾ എന്നാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻസിൽ വരുന്നില്ല. അത് കൂടുതൽ കമ്പ്യൂട്ടേഴ്സാണ് ചെയ്യുന്നത്. അത് അത്രയും ന്യൂട്രലായി മാറി, അത് അത്രയും എന്താണ് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് വളരാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെന്താണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT ഡ്രൈവൺ ഡിവൈസ്, number of million delivery real-time data organization worldwide allowing intimate entry into lives of consumers around the globe. അപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ബേസ് ചെയ്തിട്ട് ഒരുപാട് എന്താണ് ഇപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോമുകളുണ്ട്. പണ്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഈവൻ നമ്മുടെ ഫോട്ടോ പ്രോസസ് ചെയ്യാനൊക്കെ ഓൺലൈനിൽ പറ്റും. അപ്പോൾ അത് ഡാറ്റയായിട്ട് ബന്ധപ്പെട്ടല്ല. അപ്പോൾ ഡാറ്റ അനാലിസിസ്, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ അതൊരു സർവീസ് പ്രൊവൈഡ് ചെയ്തത് വളരെ ഫ്രീ ആണ്. നമുക്ക് ഗൂഗിളിൻ്റെ അക്കൗണ്ട് ആയാലും നമുക്ക് എക്സലിൽ ചെയ്യുന്ന ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഗൂഗിൾ ഷീറ്റ്സ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫോണൊക്കെ ചെയ്യാം, അതേമാതിരി കമ്പ്യൂട്ടർ ചെയ്യാം. നമ്മുടെ ഈ പറഞ്ഞ എന്താണ് ഈ ഗൂഗിളിൻ്റെ അക്കൗണ്ട് വേറൊരു ഫോൺ തുറന്നാൽ അതിൽ ചെയ്യാം. അപ്പോൾ എവിടെ വേണമെങ്കിൽ ചെയ്യാനും പറ്റും. അങ്ങനെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വരാൻ തുടങ്ങി. പിന്നെ മൈക്രോ സെഗ്മെൻറ്റേഷൻ ആണ് അടുത്തത്. ആസ് ഡാറ്റ ബിക്കംസ് ബിഗർ, ദ എബിലിറ്റി ടു സെപ്പറേറ്റ് ഇറ്റ് ഇൻ ടു സ്മോളർ ആൻഡ് സ്മോളർ പാർട്ട് എനേബിൾസ് ഓർഗനൈസേഷൻ ടു ആക്യുറേറ്റ്ലി ഡിഫൈൻ. അപ്പോൾ ഡാറ്റന് വളരെ മൈക്രോ ആയിട്ട് മൈക്രോ ലെവലിൽ എന്ന് വെച്ചാൽ അതിൻ്റെ സൂക്ഷ്മ തലത്തിൽ നമുക്ക് ഇപ്പോൾ ഈ അനലൈസിസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്. ഗൂഗിൾ ഡ്രൈവിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ട നോട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലൗഡ് എന്ന് അതിന് പറയാം. അല്ല, അത് ഇപ്പോൾ എനിക്ക് ആക്സസ് ചെയ്യാം, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തന്നാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ നോട്ട് അതിന് എടുക്കുന്നത്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് അതിനാ പറയാം. അപ്പോൾ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവാണ്. എല്ലാവർക്കും മീൻസ് ഏത് കമ്പ്യൂട്ടറിനും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഉണ്ടാവുമല്ലോ, ഇതിനുള്ള ഹാർഡ് ഡിസ്ക് ഇതിൽ നമ്മളിപ്പോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തില്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ വന്നിരുന്നാലേ ഈ ഡാറ്റ കിട്ടൂ. ഇതിപ്പോൾ നിങ്ങളൊരു ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ നിങ്ങളൊരു ഗൂഗിൾ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിലും കിട്ടും. നിങ്ങൾ എവിടേക്കാണോ ആ അക്കൗണ്ട് തുറന്ന് വെച്ചിരിക്കുന്നത് ആ കമ്പ്യൂട്ടറുകളിലൊക്കെ അത് കിട്ടും. ഓക്കെ, അത് കോമൺ ആയിട്ട് വേണമെങ്കിൽ ഒരു ഹാർഡ് ഡിസ്ക് നമുക്ക് നെറ്റ്വർക്ക് വഴി ചെയ്യാം. അത് നെറ്റ്വർക്കിംഗ് അതിന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഗൂഗിൾ പോലുള്ള സേവനങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ അതും ഒരു പുതിയ രീതിയാണ്. ഓക്കെ, അതും നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി ഒരു ട്രെൻഡാണ് ബിസിനസ് അനാലിറ്റിക്സിൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ് അനാലിറ്റിക്സ് ആണ്. ബിസിനസ് അനാലിറ്റിക്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നുള്ളതാണ്. ബിസിനസ് അനാലിസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് കൃത്യമായ ഡാറ്റ നമുക്ക് കിട്ടും. അതൊക്കെ കമ്പ്യൂട്ടർ വഴിയാണ് ചെയ്യുന്നത്. അത് കൃത്യമായിരിക്കും. കുറേയൊക്കെ നമ്മൾ മാനുവലായി ചെയ്യുന്നതിനെക്കാട്ടി, ഇപ്പോൾ ആൾക്കാരെ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് ആൾക്കാർക്ക് അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫെറ്റീഗ് ഉണ്ട്. അത് കമ്പ്യൂട്ടറിന് അതില്ല. കമ്പ്യൂട്ടർ ചെയ്യാനൊന്നും ആൾക്കാരെ മാതിരി ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് എഫിഷ്യൻസി ഉണ്ടാവും. പിന്നെ ഇൻസൈറ്റ് ടു ഡാറ്റ വിഷ്വലൈസേഷൻ. നമുക്ക് പെട്ടെന്ന് ഡാറ്റ അത് ഗ്രാഫിക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാർട്ടുകളായിട്ടോ ഒക്കെ നമുക്ക് മാപ്പുകളായിട്ടോ കിട്ടും. നമുക്ക് കൃത്യമായിട്ടൊരു ഇൻസൈറ്റ് തരും. ഇൻസൈറ്റ് വെച്ചാൽ നമുക്ക് ഒരു വിഷ്വലൈസേഷൻ തരും. പിന്നെ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും. പിന്നെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഇത് സഹായിക്കുന്നുള്ളതാണ്. പിന്നെ നമ്മൾ മാർക്കറ്റിങ്ങിന് ഇത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഡാറ്റ അനാലിറ്റിക്സ് ഓൾസോ ഗീവ്സ് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ആൻഡ് വി ക്യാൻ യൂസ് ദിസ് ഇൻഫർമേഷൻ ടു അഡ്ജസ്റ്റ് ടാർഗറ്റിംഗ് ക്രൈറ്റീരിയ. അതായത് ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, ഏത് മാർക്കറ്റ് സെഗ്മെൻറ്റ്, കുട്ടികളെയാണോ മുതിർന്നവരെയാണോ ഈ ടീനേജേഴ്സിനെയാണോ അല്ലെങ്കിൽ നമ്മുടെ മധ്യവയസ്കരെയാണോ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. പ്ലാൻ ഫോർ ഫ്യൂച്ചറാണ്. നമ്മുടെ ഫ്യൂച്ചറിനെ കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാനും സഹായിക്കും. ഇതൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇതിനെക്കൊണ്ടുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് അലൈൻമെൻറ്റ്, അവൈലബിലിറ്റി ആൻഡ് ട്രസ്റ്റ് ആണ്. നമ്മൾ നേരത്തെയും പറഞ്ഞ കാര്യമാണ് വിശ്വാസ്യത. പിന്നെ അവൈലബിലിറ്റിയാണ്. എല്ലാ പ്ലാറ്റ്ഫോമുകളും എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ അല്ല. അതിന് നല്ല പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറുകൾ നല്ല വേഗത കൂടിയത് വാങ്ങണമെങ്കിൽ അതിന് പൈസ വേണം. പിന്നെ ലാക്ക് ഓഫ് അലൈൻമെൻറ്റ് എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒത്തുചേർക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ് ഒരു കൊളാബറേഷനും ഒരു ബുദ്ധിമുട്ടാണ്. shared with top executives thus result in not easily communicated with business users to whom
ദേ പ്രൊവൈഡ് ഗ്രേറ്റസ്റ്റ് വാല്യൂ. പിന്നെ എന്താണ് ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ചിലപ്പോൾ എന്താണ് ഈ ഡാറ്റ എത്ര കമ്പ്യൂട്ടർ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞാലും ഒരു ബട്ടൺ ഞെക്കാൻ ആളെന്തായാലും വേണം അവിടെ. അപ്പോൾ അയാളുടെ ഭാഗത്ത് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ലോ ക്വാളിറ്റി ഓഫ് ട്രാൻസാക്ഷണൽ ഡാറ്റ. പിന്നെ ട്രാൻസാക്ഷണൽ ഡാറ്റയിൽ ചിലപ്പോൾ ഡാറ്റൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ പറഞ്ഞു തരുന്ന ഡാറ്റ നമുക്ക് എന്താണ് തെറ്റായ ഡാറ്റയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ചെയ്യുന്ന കമ്പ്യൂട്ടർ വർക്കുകളൊക്കെ വേസ്റ്റായി പോവുക ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി കുറച്ചും കൂടി വലിയ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താണ് ഇനി വരുന്ന ക്ലാസ്സുകളായിട്ട് നോക്കാം.